നടരാജ്, എന്തായാലും ഈ കേരളത്തിൽ നടക്കുന്ന സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികരണങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. തുഷാർ ഗാന്ധി നിലവിൽ ഈ വോട്ടർ പട്ടിക ക്രമക്കേടും വ്യാജ വോട്ടുകളുമായി ബന്ധപ്പെട്ട് വളരെ ഗൌരവതരമായ കാര്യങ്ങളാണ് നടന്നത് എന്ന് മാത്രമല്ല, ഒരു പടി കൂടി കടന്ന് സുരേഷ് ഗോപി ഇതിൽ പ്രതികരിക്കാത്തതിനെ കൂടി അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം തൃശൂരുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയത്? നടരാജ്, ജിൽസി, നമ്മൾ പുറത്തുവിട്ട വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ദേശീയ ശബ്ദങ്ങളിൽ ഒന്നായി മാറുകയാണ് തുഷാർ ഗാന്ധി. അദ്ദേഹം പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ്, ചിന്തകനൊപ്പം മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ കൂടിയാണ്. ദേശീയ തലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ശബ്ദമാണ് തുഷാർ ഗാന്ധിയുടേത് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം. അദ്ദേഹമാണ് വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഗുരുതരമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുതാര്യത നഷ്ടപ്പെട്ടുവെന്നും ഇതിൽ താൻ നിരാശനാണെന്നും അദ്ദേഹം പറയുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്തെ രൂപീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ തനിക്ക് ദുഃഖമുണ്ട്. പുതിയ വെളിപ്പെടുത്തലിന്റെയും അത് സുപ്രീം കോടതി ഇടപെടലിന്റെയും പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ആ സ്ഥാനം ഒഴിയേണ്ടതാണ് എന്നൊക്കെ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ശക്തമായ ഒരു വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സുരേഷ് ഗോപി മൗനം തുടരുന്നതിൽ തനിക്ക് അത്ഭുതമില്ല. കാരണം അദ്ദേഹം തുടരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാതയാണ്. മോദി കാലങ്ങളായി മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനില്ല. എത്രയോ വർഷമായി അദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് അങ്ങനെ മറുപടി പറഞ്ഞ് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയും ഒന്നും സംസാരിക്കാത്തതിൽ തനിക്ക് അത്ഭുതമൊന്നുമില്ലെന്ന് തുഷാർ ഗാന്ധി പറയുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് 15-മായി ബന്ധപ്പെട്ട് പത്രങ്ങളിൽ വന്ന പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ പരസ്യത്തിൽ, ഈ പെട്രോളിയം മന്ത്രാലയത്തിൻ്റെയൊക്കെ സഹമന്ത്രി കൂടിയാണ് സുരേഷ് ഗോപി, അദ്ദേഹത്തിൻ്റെ മന്ത്രാലയത്തിൻ്റെ പരസ്യത്തിൽ VD സവർക്കറുടെ ചിത്രം ഉൾപ്പെടുത്തിയതിനെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിക്കുന്നു. മഹാത്മാഗാന്ധിയുടെയും ചിത്രത്തിന് മുകളിലായിരുന്നു സവർക്കറിൻ്റെ ചിത്രമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഇതൊന്നും തന്നെ ശരിയായ രീതിയല്ലെന്നും ഇതൊക്കെ തന്നെ സംഘപരിവാർ ഇടപെടലിൻ്റെ ഭാഗമായി നടക്കുന്നതാണെന്നും തുഷാർ ഗാന്ധി പറയുന്നു. ഇതൊക്കെ ഒരു കേരളത്തിലെ MP-യിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം, അതൊരു നാണക്കേടാണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ദേശീയ തലത്തിൽ വരെ മീഡിയ വണ്ണിൻ്റെ വാർത്തകൾ ശ്രദ്ധിക്കപ്പെടുന്നു, പ്രതികരണങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. പുറത്തുവിട്ട കാര്യങ്ങൾ അതീവ ഗുരുതരമാണെന്നും അദ്ദേഹം പറഞ്ഞു.